നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ മിക്ക ആളുകളുടെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് അറിയാവോ? ലഗേജ്. ഇത്തവണ ഞാനും നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, എയർപോർട്ടിൽ പെട്ട് 6 kg ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് 3 ടിക്കറ്റ് ഉണ്ട്. കുറേ റിക്വസ്റ്റ് ചെയ്ത് ഒന്ന് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ഒരു തരത്തിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. ഒന്നെങ്കിൽ നമ്മൾ ലഗേജ് അയക്കണം, അല്ലെങ്കിൽ 6000 റുപ്പീസ് പേ ചെയ്യണം. അവസാനം പിന്നെ ഒന്നും നോക്കിയില്ല, കുറേ ഡ്രസ്സും ആറ്റുനോറ്റ് കൊണ്ടുവന്ന ഒരു ചക്കയെല്ലാം ഉപ്പാൻ്റെ തിരിച്ചു കൊടുത്ത്. ആ ഒരു ടൈമിലാണ് യൂട്ട്വോർ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നെ കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ പ്രൊഫൈലിൽ ഞാനൊരു പ്രവാസിയാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ ഒരു 20 kg ഞാൻ അവർക്ക് കൊടുത്താൽ ഒരു 12 ദിവസം കൊണ്ട് എനിക്ക് ബഹ്റൈനിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ഞാൻ 20 എന്ന് പറഞ്ഞൊരു 25 kg അവരുടെ കയ്യിൽ കൊടുത്തു കേട്ടോ. കറക്റ്റ് 12 ദിവസം കൊണ്ട് അതെനിക്ക് ബഹ്റൈനിൽ എത്തിക്കുകയും ചെയ്തു. അതിലെ ഓരോ പാക്കിങ്ങും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അവർ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ തിങ്സും പാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു 12 ദിവസം എടുക്കുന്നതുകൊണ്ട് ഇതിൽ കേടുകൂടുന്ന ഒരു സാധനവും വെക്കാൻ പാടില്ല. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാവോ? സാധാരണ നമ്മൾ ലഗേജ് അയക്കുമ്പോൾ വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രൈസ് കൂടുന്നതാണ് പതിവ്. എന്നാൽ ഇവരുടെ ഒരു കൊറിയർ സർവീസിലാണെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടുന്നതനുസരിച്ച് പ്രൈസ് കുറവാണ്. അതുപോലെ വെയിറ്റ് ലിമിറ്റേഷനും ഇല്ല കേട്ടോ. 1 kg തൊട്ട് എത്ര kg വരെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. റമളാനായിട്ട് GCCയിലൊക്കെ കൊറിയർ അയക്കുന്നതിന് ഒരു 33% ഡിസ്കൗണ്ടും ഉണ്ട്. GCCയിലും അതുപോലെ UK, USA, കാനഡ തുടങ്ങിയ യൂറോപ്യൻ കൺട്രിയിലെല്ലാം ഈ ഒരു കൊറിയർ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. നാട്ടിൽ എവിടെ ആയിരുന്നാലും നമ്മളവർ കോൺടാക്ട് ചെയ്താൽ മതി, അവർ വന്ന് നമ്മുടെ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് ഞാൻ അവരുടെ ഒരു നമ്പർ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നതാണ്. സോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടോ.